നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ദേവുട്ടി, ദേവുട്ടി ഇതൊഴുക്കിക്കോളൂ. ഓരോ വിളക്കും ഓരോ പൂത്താലവും ഓരോ പ്രതീകങ്ങളാണ്. അത് കത്തി നിൽക്കുന്നതും ആശിക്കാത്ത മുഹൂർത്തത്തിൽ അറിയാതെ കെട്ടുപോകുന്നതും ഈ ലോകയാത്രയിലെ സ്വാഭാവികമായ അവസ്ഥാഭേദങ്ങളാണ്. ചിലർക്ക് മുന്നിൽ ദീപം കെട്ടുപോയാലും പകരം ദീപം തന്ന് നയിക്കാൻ ആരെങ്കിലും ഉണ്ടാവും. അതൊരാശ്വാസമല്ലേ? മനസ്സ് തകരുന്ന സന്ദർഭങ്ങളിൽ ആശ്വാസം പകരാനും ചിലർക്ക് മുന്നിൽ മറ്റു ചിലർ വരാറുണ്ട്. ദേവൂട്ടിക്ക് കൈത്താങ്ങായി അങ്ങനെ ആരോ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതു പരിതസ്ഥിതിയിലും മനസ്സ് വിഷമിപ്പിക്കാതെ മുന്നോട്ടു പോകാം. എനിക്ക് കൈത്താങ്ങായിട്ടുള്ളത് ദേവിയാ, പിന്നെ വിദ്യാമ്മയാ. രണ്ടും എനിക്ക് താങ്ങാണ്. സുരേട്ടാ, ഞാൻ ഇന്നൊരു ജോത്സ്യരെ കണ്ടു. ആള് ജോത്സ്യം മാത്രല്ല, പൂജയും കർമ്മങ്ങളും ഒക്കെ ചെയ്യും. ഞാനൊന്ന് പ്രശ്നം വെപ്പിച്ചേ. നമ്മളെ കുടുംബത്തിന് കുറച്ച് ദോഷങ്ങളുണ്ടെന്ന് അയാള് പറഞ്ഞേ. ചില പൂജകൾ ചെയ്യാൻ പറഞ്ഞു. അതിനൊക്കെ വലിയ തുകയാവുന്നാ പറഞ്ഞേ. അത്രയും പണമൊക്കെ ചെലവാക്കി പൂജകൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമോ സുരേട്ടാ? പറ്റൂലെന്ന് തന്നെ ഞാൻ പറഞ്ഞു. ദേവിയുടെ കൺവെട്ടത്താ പകല് മുഴുവൻ. നമുക്ക് അവിടത്തെ പൂജയും കാര്യങ്ങളും ഒക്കെ മതി. എന്തു മതി? ദേവിയുടെ ആ കടാക്ഷത്തിനപ്പുറം ഒരു ജോത്സ്യനുമില്ല. അതെ, അത് ശരിയാ. പൂജകളൊക്കെ ദേവിയുടെ നടയിൽ മതി. പക്ഷേ എല്ലാവർക്കും വേണ്ടിയിട്ട് പുള്ളി ജപിച്ച് ഓരോ ചരട് തന്നു. അതൊന്നും കിട്ടിയാലെന്താ? ദോഷമൊന്നും വരാനില്ലല്ലോ. ഗുണം എന്തെങ്കിലും വന്നാ അത് നല്ലതല്ലേ? എന്തായാലും നീ അതുവരെ മെനക്കെട്ട് പോയതല്ലേ. അയാൾ ജപിച്ചെന്ന് ചരടുമല്ലേ കേട്ട. സുരേട്ടൻ എന്നാ അമ്മേനെയും ദേവൂനെയും അഖിലേനൊക്കെ വിളിച്ചോ. ഞാൻ ചരടെടുത്തിട്ട് വരാം. അമ്മേ, വാ. എല്ലാവർക്കും കെട്ടിക്കൊടുക്കണം. എനിക്കും കെട്ടിത്താ. അമ്മ ഞാൻ കെട്ടാം. അടങ്ങും പെണ്ണേ, ഞാൻ കെട്ടിത്തരാം. അതെന്താ? അമ്മ കെട്ടിയാലേ ശരിയാവൂന്ന് ജോത്സ്യം പറഞ്ഞോ? അമ്മ കെട്ടിത്തരും. ജോത്സ്യം പറഞ്ഞാലും ഇല്ലേലും അതാ ശരി. ഓ പിന്നെ ഇതിലിനിയിപ്പോ ആ ജോത്സ്യമുള്ള കൂടോത്രം കയറ്റിട്ടുണ്ടോ എന്ന് മതി. സുരേട്ടൻ എല്ലാം ഒരു തമാശയാ. വിശ്വാസം വേണം. അതുണ്ടെങ്കിലേ ഇതിനൊക്കെ ഫലം കാണൂ. വിശ്വസിച്ചേക്കാം. ഫലമില്ലാതായിപ്പോണ്ട.
എനിക്കാദ്യം കിട്ടുതാ. അവളല്ലേ ചേച്ചി, അവക്ക് ആദ്യം കെട്ടട്ടെ, എന്നിട്ട് മതി നിനക്ക്. ആ ഇങ്ങനെയല്ലല്ലോ അമ്മ എപ്പോഴും പറയാറ്. എന്റെ കാര്യം കഴിഞ്ഞിട്ടേ ദേവൂട്ടിയുടെ കാര്യമുള്ളൂ എന്നല്ലേ പറയുന്നേ. ആ ചില നേരത്ത് അങ്ങനെയൊക്കെ പറയും. ഇപ്പൊ ചേച്ചിയുടെ കാര്യം കഴിഞ്ഞിട്ട് മതി അനിയത്തിയുടെ കാര്യം. നീ ആ കൈ കാണിക്കുമോളെ.